മുളകുപൊടിയിൽ മായമുണ്ട്. ഒരു സ്പൂണ് പൊടി കൊണ്ട് 5 മിനിറ്റിൽ കണ്ടുപിടിക്കാം. മുളകുപൊടി അടക്കം കറിപ്പൊടികളിൽ വ്യാപകമായി മായം ചേർക്കുന്ന കാര്യങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മായം ചേർത്തുവെന്ന് കണ്ടുപിടിക്കപ്പെട്ട പ്രമുഖ കറിപ്പൊടി കമ്പനികൾക്ക് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അടിക്കടി വിലക്കേർപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പക്ഷേ ചെറുതും വലുതുമായി നൂറുകണക്കിന് കമ്പനികളും ചെറുമില്ലുകളും ചെറുകിട വ്യവസായ യൂണിറ്റുകളും മുളകുപൊടികൾ വിപണിയിലെത്തിക്കുമ്പോൾ ഇതിലേതാണ് മായം ചേർത്തതെന്ന് കണ്ടുപിടിക്കാനാകാതെ ഉപഭോക്താക്കൾ ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. മുളകുപൊടിയിലെ മായം കണ്ടുപിടിക്കാൻ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു എളുപ്പവഴിയുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരു ടീസ്പൂൺ മുളകുപൊടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിശോധന വഴി മുളകുപൊടിയിൽ കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടോ എന്നും വ്യാജനാണോ എന്നും അറിയാനാകൂ. ആ വഴി എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു ചില്ലു ഗ്ലാസിൽ നിറയെ വെള്ളമെടുക്കൂ. ഇനി ഗ്ലാസിലെ വെള്ളത്തിന് മുകളിലായി കടയിൽ നിന്ന് വാങ്ങിച്ച് ഒരു ചെറിയ സ്പൂണ് മുളകുപൊടി ഇട്ടുകൊടുക്കൂ. മായം ചേർക്കാത്ത മുളകുപൊടി കുറച്ചു നേരം വെള്ളത്തിന്റെ ഉപരിതലത്തിൽ തന്നെ നിൽക്കുകയും അതിനുശേഷം ക്രമേണ ഗ്ലാസിന്റെ അടിഭാഗത്ത് വന്ന് അടിയുകയും ചെയ്യും. വെള്ളത്തിന് ഒരു നിറവ്യത്യാസവും വരികയില്ല. നേരെ മറിച്ച് മുളകുപൊടിയിൽ കൃത്രിമ നിറമോ വെള്ളത്തിൽ അലിയുന്ന നിറമോ ചേർത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് പൊടി ഇട്ട ഉടനെ തന്നെ പൊടി വെള്ളത്തിലൂടെ താഴേക്ക് വീഴുകയും വെള്ളത്തിന് ചുവന്ന നിറം വരികയും ചെയ്യും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ മുളകുപൊടിയിലെ മായം തിരിച്ചറിയാൻ സാധിക്കും. മുളകുപൊടിയിൽ കല്ലുകൾ പൊടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസിന് അടിഭാഗത്തായി വെള്ളനിറത്തിൽ ഇവ അടിയും. അടിഭാഗത്ത് അടിഞ്ഞ മുളപ്പൊടി ഉള്ളം കൈയിലെടുത്ത് തിരുമ്മി നോക്കൂ. കൈകളിൽ ഉരയുന്നുണ്ടെങ്കിൽ അതിൽ ഇഷ്ടിപ്പൊടിയോ മണലോ ചേർത്തിട്ടുണ്ടാകാൻ. അഷ് പോലെയോ ഒട്ടിപ്പിടിക്കുന്നത് പോലെയോ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ സോപ്പ് സ്റ്റോണ് ചേർത്തിട്ടുണ്ടാകാൻ. മുളകുപൊടിയിൽ ചേർക്കുന്ന മായം എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാരം കൂടാനും കൂടുതൽ നിറം തോന്നാനുമാണ് മുളകുപൊടിയിൽ മായം ചേർക്കുന്നത്. സാധാരണയായി മുളകുപൊടിയിൽ ഇഷ്ടികപ്പൊടിയും ഉപ്പും ടാൽക്ക് പൗഡറും സോപ്പ് സ്റ്റോണും ആണ് ചേർക്കാറുള്ളത്. നിറത്തിനായി ചില രാസവസ്തുക്കളും ഉപയോഗിക്കാറുണ്ട്. മായം ചേർന്ന കറിപ്പൊടികൾ ആരോഗ്യത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചോപ്പൊടി, സോപ്പ് സ്റ്റോൺ, സ്റ്റാർച്ച് പോലുള്ള ദഹനപ്രശ്നങ്ങൾക്കും വയറുവേദനയ്ക്കും അതിസാരം, ഛർദി പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. രാസവസ്തുക്കളും സിന്തറ്റിക് നിറങ്ങളും ചേർത്തിട്ടുള്ള കറിപ്പൊടി ഉപയോഗിച്ചാൽ ചർമ്മരോഗങ്ങൾ, ചൊറിച്ചിൽ, ശ്വസന പ്രശ്നങ്ങൾ, അനഫൈലാക്സിസ് പോലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. കാലങ്ങളോളം ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരിൽ കാൻസർ, വൃക്കയുടെ പ്രവർത്തനം നിലയ്ക്കൽ, കരൾ രോഗങ്ങൾ തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഇത്തരം മായങ്ങൾ ഭക്ഷ്യവസ്തുക്കളിലെ പോഷകഗുണങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ചില കറിപ്പൊടികളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഗുരുതരമായ ഭക്ഷ്യവിഷബാധയ്ക്കും കാരണമാകാറുണ്ട്. അത്തരം കേസുകളിൽ വയറുവേദന, തലവേദന, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം.